വളരെ ടേസ്റ്റിയായ ഒരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പഴുത്ത 2 തക്കാളി ചെറുതായി കട്ട് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റി ഉടച്ചെടുക്കാം. ചെറുതായി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്കൊന്ന് ഇളക്കി അടച്ചു വയ്ക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വഴറ്റിയതായതുകൊണ്ട് സവാള ഒരുപാട് കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്കിതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് പെരുംജീരകപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതൊന്ന് ചൂടാവട്ടെ. എന്നിട്ട് അതിലേക്ക് നമുക്ക് ചെമ്മീൻ ചേർക്കാം. ചെമ്മീൻ ചേർത്തൊന്ന് അടച്ച് വയ്ക്കാം. അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇത്തിരി ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് അടച്ച് വയ്ക്കാം. ആവശ്യത്തിന് ഗ്രേവിയായി അടിപൊളി ചെമ്മീൻ റോസ്റ്റ് റെഡി.